അസ്സലാമു അലൈക്കും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഹലോ ഗൈസ്, സഹോദരങ്ങളെ, ഇതാണ് എൻ്റെ നാട്ടിലെ മഹല്ല് പള്ളി, മേപ്പാറ ജുമാ മസ്ജിദ്. വിശേഷ ദിവസങ്ങളിൽ, ഇന്നിപ്പോൾ മുഹറം 10 വിശേഷ ദിവസങ്ങളിൽ, അത് വെള്ളിയാഴ്ച ഞാൻ ജോലിക്ക് പോകുമ്പോൾ ജുമാക്ക് മുമ്പൊക്കെ ഞാനിവിടെ കയറി ആ ഗേറ്റൊക്കെ ഒന്ന് തുറന്നതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോകുന്നോളി. കണ്ടു കഴിയുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നൂല, എനിക്ക് വലിയൊരു സംഭവമാണ്. നമുക്ക് പോവാം, പള്ളിയിലേക്ക് പോവാം. ഗേറ്റ് കടന്ന് കഴിഞ്ഞ് വന്നാൽ ഒരു സംഭവമുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാമായ എൻ്റെ ഉപ്പാൻ്റെ ഖബറാണിത്. ഇത് ഈ കാണുന്നത് അതന്നെയാണ് സംഭവം. അതിലും വലിയ സംഭവം പിന്നെ വേറെന്താ? ഇവിടെ ഒരുപാട് പ്രമാണിമാർ, നല്ല തറവാട്ടുകാർ, പണ്ട് കാലം ഈ പള്ളി പരിപാലിച്ചിരുന്നവർ ഇവിടെ പള്ളിയുടെ മുൻവശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എൻ്റെ മഹല്ല് പള്ളി ഇത് പുതുക്കി പണിതതാണ് കുറച്ച് നാൾ മുമ്പ്. ഇതിൻ്റെ പഴയ പള്ളിയിലായിരുന്നു ഞാനൊക്കെ മദ്രസ പഠിക്കുമ്പോൾ തന്നെ മഗ്‌രിബിക്ക് മദ്രസ വിട്ട്, വൈകുന്നേരം മദ്രസ വിട്ട് ഇങ്ങോട്ട് വരും, മഗ്‌രിബിക്ക് ഇങ്ങോട്ടെത്തും. ഞങ്ങളുടെ ഇപ്പോഴത്തെ കാലിയായ മൊയ്‌ദുൽ ഉസ്താദിൻ്റെ കീഴിൽ ഞങ്ങൾ 10 കിതാബ് ഓതും. നാട്ടിൽ ദർസുക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ 10 കിതാബ് ഓതിയിരുന്നു. അങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്തേക്ക് എൻ്റെ ഉപ്പ പഴയൊരു സൈക്കിളുണ്ട്, അതുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരും. അങ്ങനെ ആ സൈക്കിളിന്മേൽ കയറി വീട്ടിലെത്തിയതിന് ശേഷം ആ പണ്ടത്തെ രാത്രിയൊന്നും വലിയ ഭക്ഷണത്തിൽ വലിയ കൂട്ടാനൊന്നും ഉണ്ടാവില്ലല്ലോ, അതും കഴിച്ച് ഉറങ്ങിയിരുന്നു. ഇന്ന് ഉപ്പ കൂടെ ഇല്ല. ഉപ്പാൻ്റെ ഖബറൊന്ന് സിയാറത്തിന് വന്നാണ്. മുഹറം 10 ആ നാദാപുരം ആലപിച്ച ഒരു ഭക്തിഗാനം ഇപ്പോൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഏതൊക്കെ പ്രമാണികളാണ് പള്ളി കാറ്റിലുറങ്ങണത്, എന്തൊക്കെ കിനാവുകളാണ് 6 അടി മണ്ണിലൊടുങ്ങിയത്. മീസാൻ കല്ലുകൾ പറയും കഥകൾ നാം അറിയുന്നുണ്ടോ? മൈലാഞ്ചിച്ചെടി ഖബറിന്മേലെ കണ്ണീർ വാർക്കുകയോ? കഥയറിയാതോടും നമ്മെ മാടി വിളിക്കുകയോ? കളിമതിയായി കാര്യം ചെയ്യാൻ നമ്മെ ഉണർത്തുകയോ? അല്ലാഹനെ മറക്കല്ലേ, ദുനിയാവ് കൊതിക്കല്ലേ, സുഖജീവിത ലോകം എന്നും ശാശ്വതമെന്ന് കരുതല്ലേ. ഈ കാണും സൗഭാഗ്യം നാളെ വെറും ഓർമ്മകളാകും. ഇന്നത്തെ സന്തോഷം നാളെയോ കണ്ണീരാകും. അല്ലാഹന്റെ കാവലല്ലാതെന്തുണ്ട് നമുക്കിവിടെ? എല്ലാം നശിക്കാൻ മണ്ണിൽ ഒരു നിമിഷം പോരെ. ആയാലും എത്ര വലിയ സമ്പന്നനായാലും വന്നു കിടക്കേണ്ടത് ഇവിടെയാണ്. ഇന്നത്തെ ഈ വിശേഷ ദിവസം മുഹറം 10 ഉപ്പാൻ്റെ ഖബർ സിയാറത്തിന് വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളോട് ഈ കാര്യമെന്ന് പറയാമെന്ന് കരുതി.